തിരുവനന്തപുരം കഴിഞ്ഞാൽ തൃശ്ശൂരാണ് പൊതുവെ അല്ല അതിന്റെ ഒരു വക്താവും കൂടിയാണ് ഇവിടെ എന്റെ കൂടെയുള്ളത്. തൃശ്ശൂരാണ് തീരുമാനിക്കുന്നത്, തിയറിറ്റിക്കലി സ്ഥാപിക്കുക. പക്ഷെ നോക്കൂ, ഇതിന്റെ കാര്യത്തിൽ ഞാനത് പൊളിച്ചു തന്നിട്ടുണ്ട്, എക്സിറ്റ് പോളിന്റെ കാര്യത്തിൽ. ഓക്കെ, നടരാജ് വാസ്തവത്തിൽ അവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ ഈ സീറ്റുകളുടെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും തൃശ്ശൂർ BJP ശക്തമായി തന്നെ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രേമജ എന്ന് പറയുന്നു, പത്മജ എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ സൈലന്റ് ആയിട്ടുള്ള പ്രചാരണമൊക്കെ ആയിരുന്നു. അത് തൃശ്ശൂരിനും ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമായിട്ട്, BJPക്കും സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമായിട്ട് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആകെ തൃശ്ശൂരിൽ LDFനും UDFനും എത്ര സീറ്റുകൾ കിട്ടും? ബിജോട്ടാ, 12 സീറ്റ് LDFനും എന്നുള്ളതാണ് നിലവിലെ ഫലം. പക്ഷേ ഇത്തവണ ഒരു 4 മുതൽ 6 സീറ്റ് വരെ UDF വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. LDF ഒരു 10 സീറ്റെങ്കിലും നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ട്. UDF കാര്യമായി ഭരണവിരുദ്ധ വികാരത്തിലും അതുപോലെ സ്ഥാനാർത്ഥി നിർണയത്തിലുമാണ് പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ഇത്തവണ മണലൂരിൽ മികച്ച പോരാട്ടം നടക്കുന്നു. C രവീന്ദ്രനാഥും TN പ്രതാപനും KK അനീഷ് കുമാറും ഏറ്റുമുട്ടുന്ന മണ്ഡലം. ഇവിടെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ജയിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ് UDF പങ്കുവെക്കുന്നത്. അപ്പോഴും C രവീന്ദ്രനാഥും കടുത്ത പോരാട്ടം തന്നെ മുന്നിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് മണലൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. മറ്റൊന്ന് തൃശ്ശൂർ നിയോജക മണ്ഡലം. ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ നഗരം ഉൾപ്പെടുന്ന തൃശ്ശൂരിൽ എന്ത് നടക്കുമെന്നുള്ളതാണ്. മുമ്പില്ലാത്ത വിധം ശക്തമായ പോരാട്ടം ഇവിടെ നടന്നിട്ടുണ്ട്. മുൻ മേയറായിരുന്ന രാജൻ പല്ലനെ UDF അവതരിപ്പിച്ചപ്പോൾ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാലിനെയാണ് BJP രംഗത്തിറക്കിയത്. ആലങ്കോട് ലീലാകൃഷ്ണനെ CPIയും രംഗത്തിറക്കി. ഇതിൽ കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ടൊരു ഫൈറ്റ് വരുന്ന തരത്തിലേക്ക് അവസാന നാളുകളിൽ കാര്യങ്ങൾ എത്തിയെന്നുള്ളത് പ്രത്യേകം പറയേണ്ടി വരും. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ പത്മജ മുമ്പ് മത്സരിച്ചപ്പോൾ ഒരു സെന്റിമെന്റ് ഫാക്ടർ, ഇതുവരെ പത്മജയെ തുടർച്ചയായി തോൽപ്പിച്ച സ്ഥലം, അതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് വീണ്ടും ഒരു അവസരം തരുമെന്ന് പറഞ്ഞുകൊണ്ട് പത്മജയുണ്ട്. അതേസമയം രാജൻ പല്ലൻ തൻ മേയറായിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ട് ഇത്തവണ ഒരു ചാൻസ് ചോദിച്ചു. ശക്തമായ പ്രചാരണം ഇരുകൂട്ടരും നടത്തിയ മണ്ഡലമാണ് തൃശ്ശൂർ. മറ്റൊന്ന് നാട്ടികയിൽ CPIയുടെ സിറ്റിംഗ് MLA CC മുകുന്ദനെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചുകൊണ്ടാണ് BJP ഒരു ചെക്ക് വെച്ചത്. അപ്പോൾ ഗീതാ ഗോപി, CC മുകുന്ദൻ എന്നിവരുടെ പോരാട്ടമാണ് നാട്ടികയിൽ പ്രധാനമായി കാണുന്നതെന്ന് പറയുന്നത്. ഒപ്പം കോൺഗ്രസിന്റെ സുനിൽ ലാലൂരും മത്സരത്തിലുണ്ട്. നാട്ടികയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നുണ്ട്. കാരണം സിറ്റിംഗ് MLA മുന്നണിയും പാർട്ടിയും മാറി എതിർപാളയത്തിൽ ചെന്ന് മത്സരിക്കുമ്പോൾ എന്തു സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷ തൃശ്ശൂരിൽ. എന്തായാലും മണലൂരിൽ കടുത്ത പോരാട്ടമുണ്ട്. തൃശ്ശൂരിൽ BJP സീറ്റ് കാര്യമായി തന്നെ പ്രതീക്ഷിക്കുന്നു. നാട്ടികയിലും BJP വലിയ രീതിയിലുള്ള വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. LDF ആണെങ്കിൽ 10 സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്ന് പറയുന്നു. UDFന്റെ കയ്യിൽ ഇപ്പോൾ ചാലക്കുടിയാണുള്ളത്. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷിനെ പോലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് മത്സരം കടുപ്പിച്ചിട്ടുണ്ട് UDF. അതുകൊണ്ട് തന്നെ LDFിൽ നിന്നും കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കാൻ കഴിയും ഒരു തരംഗമുണ്ടെങ്കിലെന്ന് UDF ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. 3 മുന്നണികളിലെയും പ്രതീക്ഷ എത്രയാണ്? എത്ര സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂർ? 4 മുതൽ 6 സീറ്റ് വരെ UDF പ്രതീക്ഷിക്കുന്നു. 10 സീറ്റ് നിലനിർത്തുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. തൃശ്ശൂർ സീറ്റും മണലൂർ സീറ്റും, അങ്ങനെ 2 സീറ്റുകൾ NDAയും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എൻ്റെ ഒരു പ്രവചനം 8 സീറ്റ് UDF, 8 സീറ്റ് LDF. 5 സീറ്റ് ഏതാണ്? അത് ഞാനിപ്പോ പറയുന്നത്. തൃശ്ശൂരിലെ NDAയുടെ സാധ്യത പൂർണ്ണമായും ഞാൻ തള്ളുകയാണ്. അത് അല്ലാന്നാണ് ഇപ്പോ പിന്നെ പറഞ്ഞത് അല്ലെ. ഇവര് തമ്മിലുള്ള രാജൻ പല്ലനും തൃശ്ശൂരിൽ പക്ഷേ NDA ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞിരുന്നില്ല കേട്ടോ. തൃശ്ശൂർ അസംബ്ലിയിൽ NDA ഈ പറയുന്ന എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും തള്ളാതിരുന്നാൽ എക്സിറ്റ് പോളുകൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലം തൃശ്ശൂരായിരിക്കുമെന്ന് തന്നെ കാണണം. തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലുള്ള അതെന്തുകൊണ്ടാണെന്നറിയോ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പാടെ പുറകോട്ട് പോയിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഒരുപക്ഷെ അവരുടെ പലയിടത്തും ഇത്തവണ BJP അവലംബിച്ച ഒരു മാർഗ്ഗമുണ്ട്. വലിയ ഒച്ചപ്പാടില്ലാതെ പ്രചരണം നടത്തുന്നത് ശ്രദ്ധിക്കപ്പെടാതെ ഒരു മണ്ഡലമാണ് എന്ന് മാത്രമല്ല, അവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം നടരാജ് പറഞ്ഞു കേൾക്കൂ, ഏറ്റവും അവസാനം കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു പോരാട്ടമായി അവിടുത്തെ കാര്യങ്ങൾ മാറുന്നത് കണ്ടു. അതുകൊണ്ട് തൃശ്ശൂരിൽ NDA അവരുടെ ഒരു സീറ്റ് ഒപ്പിക്കേണ്ടതാണ്. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. നമുക്ക് എന്റെ ചോദ്യം ഇതാണ്, UDFും BJPയും തമ്മിലാണ് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ പോരാട്ടമെങ്കിൽ ആർക്കാണ് വിജയ സാധ്യത എന്ന് ആലോചിക്കുക? നേരെ തിരിച്ചാണെങ്കിലാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരത്തിൽ പ്രതീതി ഉണ്ടാവുക.